ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റ മുൻ ലോകകപ്പ് ഹീറോ ഗൗതം ഗംഭീറിന്റെ കസേര ഇന്ന് കടുത്ത സമ്മർദ്ദത്തിലാണ്. 2027 ICC ഏകദിന ലോകകപ്പ് വരെ ദേശീയ ടീമുമായി കരാർ ഉണ്ടെങ്കിലും അതിനു മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്ന ശക്തമായ അഭ്യൂഹങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് ഇന്നും ഉയരുന്നത്. ടീമിന്റെ പ്രകടനത്തിലെ ദൗർബല്യങ്ങളും ഏറ്റവും പ്രധാനമായി ടീമിനുള്ളിലെ സീനിയർ താരങ്ങളുമായുള്ള മോശം ബന്ധവുമാണ് ഗംഭീറിന്റെ പരിശീലക കസേരയ്ക്ക് ഭീഷണിയാകുന്നത്. ഗൗതം ഗംഭീറിന്റെ കണിശമായ ശൈലിയും താരങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലെ കടുംപിടുത്തവും കാരണം അവസരം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്ത ഒരു കൂട്ടം താരങ്ങൾ അദ്ദേഹത്തിന്റെ പതനം കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്ന വസ്തുത ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നു. പരിശീലകൻ എന്ന നിലയിൽ ഗംഭീറിന്റെ പരാജയത്തെ ചൂണ്ടിക്കാണിക്കുന്ന രണ്ട് പ്രധാന വിഷയങ്ങൾ ടീമിന്റെ കെട്ടുറപ്പിന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട്. പരിശീലകനായി ചുമതലയേറ്റ ശേഷം ഇന്ത്യൻ ടീമിന് ടെസ്റ്റ് ഫോർമാറ്റിൽ നിലവാരത്തിനൊത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലുകളിലും പ്രധാന പരമ്പരകളിലും ടീം ദയനീയമായി പരാജയപ്പെട്ടത് ഗംഭീറിന്റെ തന്ത്രങ്ങളെയും ടീം സെലക്ഷനിലെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തെയും ചോദ്യം ചെയ്യുന്നു. പരിശീലകന് ടീമിൽ ഒരു പുതിയ ദിശാബോധം നൽകാൻ സാധിച്ചില്ലെങ്കിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ടീമിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. ഇതിനാലാണ് BCCI ഈ വിഷയത്തിൽ അതൃപ്തി രേഖപ്പെടുത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും നിർണായക താരങ്ങളായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവരുമായുള്ള ഗംഭീറിന്റെ ബന്ധത്തിലെ വിള്ളലുകളാണ് ഏറ്റവും വലിയ പ്രശ്നം. പരസ്യമായോ അല്ലാതെയോ ഇവർ തമ്മിൽ നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഇപ്പോൾ ടീമിനുള്ളിൽ ഒരു വലിയ അകൽച്ചയായി മാറിയിരിക്കുന്നു. ക്യാപ്റ്റനും കോച്ചും തമ്മിലോ കോച്ചും പ്രമുഖ കളിക്കാരും തമ്മിലോ ഉള്ള ബന്ധം മോശമായാൽ അത് ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം തകർക്കും. ഇത് പരിഹരിക്കാനായി BCCI ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ടീമിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ലോകകപ്പ് തയ്യാറെടുപ്പുകളെയും ദോഷകരമായി ബാധിക്കും. ഈ സാഹചര്യത്തിൽ ടീമിന്റെ ഐക്യം നിലനിർത്താൻ ഗംഭീറിനെ പുറത്താക്കുക എന്ന കടുത്ത തീരുമാനത്തിലേക്ക് മാനേജ്മെന്റ് എത്തിയേക്കാം. ഗംഭീറിന്റെ വ്യക്തിപരമായ തീരുമാനങ്ങളും കളിക്കാരെ തിരഞ്ഞെടുക്കുന്നതിലെ മുൻഗണനകളും കാരണം ടീമിന് പുറത്തായോ അല്ലെങ്കിൽ വേണ്ടത്ര അവസരം ലഭിക്കാതെ പോയതോ ആയ ഒരു കൂട്ടം താരങ്ങളുണ്ട്. ഗംഭീർ മാറിയാൽ തങ്ങളുടെ കരിയർ രക്ഷപ്പെടുമെന്ന് ഇവർ വിശ്വസിക്കുന്നു. ഓൾറൗണ്ടർ എന്ന നിലയിൽ ഒരു സമയത്ത് ഇന്ത്യൻ ടീമിൽ അവിഭാജ്യ ഘടകമായിരുന്ന അക്ഷർ പട്ടേൽ T20 ലോകകപ്പിൽ പോലും ടോപ്പ് 5-ൽ ബാറ്റ് ചെയ്ത മാച്ച് വിന്നിംഗ് ഇന്നിംഗ്സുകൾ കളിച്ച ചരിത്രം താരത്തിനുണ്ട്. എന്നാൽ ഗംഭീറിന്റെ കീഴിൽ അക്ഷറിന് പഴയതുപോലെ അവസരങ്ങൾ ലഭിക്കുന്നില്ല. കോച്ച് പലപ്പോഴും വാഷിംഗ്ടൺ സുന്ദറിന് അനുകൂലമായി നിലപാടെടുക്കുകയും സുന്ദറിന് വേണ്ടി അക്ഷർ പ്ലേയിങ് 11-ന് പുറത്താവുകയും ചെയ്തു. ദക്ഷിണാഫ്രിക്കയുമായി ഇപ്പോൾ നടക്കുന്ന ഏകദിന പരമ്പരയിൽ അദ്ദേഹത്തിന് സ്ക്വാഡിൽ പോലും അവസരം ലഭിച്ചില്ല. IPL-ലും അന്താരാഷ്ട്ര മത്സരങ്ങളിലും ഫിനിഷർ റോളിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ചിട്ടും റിങ്കു സിംഗ് പലപ്പോഴും ബെഞ്ചിലാണ്. സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരെക്കാൾ ഓൾറൗണ്ടർമാരോടാണ് ഗംഭീറിന് കൂടുതൽ ഇഷ്ടം. ഒരു അധിക ബൗളിംഗ് ഓപ്ഷൻ എപ്പോഴും ടീമിൽ നിലനിർത്താൻ ഗംഭീർ ശ്രമിക്കുന്നതാണ് റിങ്കുവിന് തിരിച്ചടിയാവുന്നത്. പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കാൻ കോച്ച് മാറിയേ മതിയാവൂ എന്ന് റിങ്കുവും അദ്ദേഹത്തിന്റെ ആരാധകരും വിശ്വസിക്കുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ കഠിനാധ്വാനം ചെയ്യുന്ന ബാറ്റ്സ്മാൻമാർക്ക് മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്ന വിമർശനവും ശക്തമാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അവിശ്വസനീയമായ റെക്കോർഡ് ഉണ്ടായിട്ടും സർഫറാസ് ഖാൻ ടെസ്റ്റ് ടീമിൽ നിന്നും പൂർണ്ണമായും അപ്രതീക്ഷിതനായി. ടീമിനായി സെഞ്ചുറി നേടിയിട്ടും അദ്ദേഹത്തെ തിരികെ വിളിക്കാൻ ഗംഭീർ തയ്യാറല്ല. ആഭ്യന്തര ക്രിക്കറ്റിൽ റൺസ് നേടുന്ന കരുൺ നായർക്ക് ടെസ്റ്റിൽ അവസരങ്ങൾ ലഭിക്കുന്നില്ല. ഇംഗ്ലണ്ടുമായുള്ള പരമ്പരയിൽ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടും പുറത്തായതിനു പിന്നാലെ കരുൺ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധം അറിയിച്ചത് അദ്ദേഹത്തിന്റെ അതൃപ്തിയുടെ സൂചനയാണ്. ടീമിന്റെ എക്കാലത്തെ മികച്ച ഫാസ്റ്റ് ബൗളർമാരിൽ ഒരാളായ മുഹമ്മദ് ഷമിക്ക് അവസരം ലഭിക്കാത്തത് അമ്പരപ്പുണ്ടാക്കുന്നു. പരിക്ക് ഭേദമായി തിരിച്ചെത്തിയ ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ ഷമി മികച്ച പ്രകടനം നടത്തിയിട്ടും അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ ഗംഭീർ ശ്രമിച്ചിട്ടില്ല. ഒരു ബൗളർക്ക് കോച്ചിൽ നിന്ന് ലഭിക്കേണ്ട പിന്തുണ ഷമിക്ക് ലഭിക്കുന്നില്ലെന്ന വികാരം നിലനിൽക്കുന്നുണ്ട്. ഗൗതം ഗംഭീറിന്റെ പരിശീലക ശൈലി ഒരു കൂട്ടം കളിക്കാർക്ക് അനുകൂലമായും ഒരു കൂട്ടർക്ക് പ്രതികൂലമായും മാറുന്നതും ടീമിന്റെ മൊത്തത്തിലുള്ള ധാർമ്മിക നിലവാരത്തെ തകർക്കും. തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ പരിശീലകന്റെ ഭാഗത്തുനിന്നും മതിയായ പരിഗണന ലഭിക്കുന്നില്ലെന്ന് കളിക്കാർ വിശ്വസിച്ചു തുടങ്ങിയാൽ അത് ഡ്രസ്സിംഗ് റൂമിൽ അവിശ്വാസത്തിന്റെയും വിഭജനത്തിന്റെയും അന്തരീക്ഷം സൃഷ്ടിക്കും. ടീമിന്റെ ദീർഘകാല താല്പര്യങ്ങൾക്ക് കോച്ച് എന്ന നിലയിൽ ഗംഭീർ മുൻഗണന നൽകുന്നില്ലെങ്കിൽ അത് 2027 ലോകകപ്പ് പോലുള്ള വലിയ ടൂർണമെന്റുകളിൽ ടീമിന് തിരിച്ചടിയാകാനുള്ള സാധ്യതയുമുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സീനിയർ താരങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതകളും ടെസ്റ്റ് ഫോർമാറ്റിലെ തിരിച്ചടികളും ഗൗതം ഗംഭീറിന്റെ പരിശീലക കസേരയ്ക്ക് ഭീഷണി ഉയർത്തുന്നു. BCCI ഈ ആഭ്യന്തര പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടതും അത്യാവശ്യമാണ്. ടീമിന്റെ ഐക്യവും മുന്നോട്ടുള്ള വിജയകരമായ പ്രയാണവും ഉറപ്പാക്കാൻ ഒരുപക്ഷെ ഗംഭീറിന്റെ പരിശീലക സ്ഥാനത്തു നിന്നുള്ള മാറ്റം അനിവാര്യമായേക്കാം. അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ നിലവിൽ അവസരം നഷ്ടപ്പെട്ട യുവതാരങ്ങൾക്കും അനുഭവ സമ്പന്നരായ ചില സീനിയർ താരങ്ങൾക്കും ആശ്വാസമായേക്കും.